നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് അത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എക്സിൻ്റെ PDF ആയ അല്ലെങ്കിൽ PMF ആയ എഫ് ഓഫ് എക്സ്. അതല്ല എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ റേഞ്ച് ഓവർ എക്സ് എക്സ് ഇൻറ്റു അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് DX. അതേസമയം കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ പറയണമെങ്കിൽ രണ്ട് റാൻഡം വേരിയബിൾ വേണം. എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ ജോയിന്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്: എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ. ഇതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഇത് ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ. അതായത് എക്സിനെ കണ്ടീഷണൽ പ്രോബബിലിറ്റി കൊണ്ട്, കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ഗിവൺ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിന്റെ ഡിഫറെന്റ് വാല്യൂസ് കൊടുത്ത് സം ചെയ്യുന്നതിനെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുന്നത്. അതല്ല ഇത് കണ്ടിന്യൂസ് ആണ് റാൻഡം വേരിയബിൾ എങ്കിൽ ഡെഫിനിഷൻ ഇങ്ങനെ മാറും: ഇന്റഗ്രൽ റേഞ്ച് ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ DX. അതേസമയം കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ആണെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്: എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ്. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: സമ്മേഷൻ ഓവർ വൈ വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ്. ഓർ കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ റേഞ്ച് ഓഫ് വൈ ഇന്റഗ്രൽ റേഞ്ച് ഓവർ വൈ ഇൻറ്റു ഇന്റഗ്രൽ റേഞ്ച് ഓവർ വൈ വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ് DY. ഓക്കെ, ഇതാണ് കണ്ടീഷണൽ എക്സ്പെക്ടേഷന്റെ ഡെഫിനിഷൻസ്. ഇതുപോലെ തന്നെ കണ്ടീഷണൽ വേരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം വേരിയൻസ് ഓഫ് എക്സ് നോർമൽ കേസിൽ സിംഗിൾ റാൻഡം വേരിയബിളിന്റെ വേരിയൻസ് നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്: എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദാറ്റ് ഹോൾ സ്ക്വയർ. അതിന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടി വന്നാൽ വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതേ ഡെഫിനിഷൻ തന്നെയാണ്. അതിനൊറ്റ വ്യത്യാസമേ ഉള്ളൂ, രണ്ടിടത്തും ഓരോ കണ്ടീഷനും കൂടി വരും, ഗിവൺ വൈയും കൂടി വരും. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ എന്ന് വരും, മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ അല്ല എക്സ് ഗിവൺ വൈയുടെ സ്ക്വയർ ആണ് മൈനസ് ചെയ്യേണ്ടത്. അതുപോലെ വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സും എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ ഗിവൺ എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സിന്റെ സ്ക്വയർ. ഇതാണ് കണ്ടീഷണൽ എക്സ്പെക്ടേഷന്റെയും കണ്ടീഷണൽ വേരിയൻസിന്റെയും ഡെഫിനിഷൻ. നമുക്കിനി ഇത് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യണം. കണ്ടിന്യൂസ് കേസിലെ ഒരു പ്രോബ്ലമാണ്. The PDF of two random variables x and y is f of xy is equal to 2, 0 less than x less than y less than 1 and show that ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഷോ ചെയ്യണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 1/3 ആണെന്ന്, എക്സ്പെക്ടേഷൻ ഓഫ് y 2/3 ആണെന്നും, കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് y 1/2 ആണെന്നും, എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ എക്സ് 1 + x/2 ആണെന്നും, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ y y/2 ആണെന്നും, വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ y²/12 ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ജോയിന്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2, റേഞ്ച് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് വൈയും കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം F1 ഓഫ് എക്സും F2 ഓഫ് വൈയും വേണം. അതായത് മാർജിനൽസ് ഓഫ് എക്സും മാർജിനൽസ് ഓഫ് വൈയും. അപ്പോൾ F1x ഫോർമുല ഇതാണ്: ഇന്റഗ്രൽ റേഞ്ച് ഓവർ വൈ. അപ്പോൾ വൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് x to 1 f of xy dy which is equal to integral x to 1 f of xy 2 dy. അപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2y, ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 × 1 - x. അവിടെ നിന്ന് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ റേഞ്ച് ഓവർ എക്സ് x into f1x dx.
which is equal to range over x എന്ന് പറയുമ്പോൾ 0 to 1 x into f1x ന്റെ വാല്യൂ 2 into 1 minus x dx, which is equal to 2 constant ആണ്. Integrate ചെയ്യുമ്പോൾ x square by 2 minus x cube by 3, 0 to 1. That is 2 into 1 by 2 minus 1 by 3, which is equal to 2 into 1 by 6 or 1 by 3. അപ്പോൾ expectation of x 1 by 3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് expectation of y കണ്ടുപിടിക്കണം. അതിന് marginal density of y വേണം, f2y. f2y is equal to integral formula ഇതാണ്, range over x f of xy dx, which is equal to range over x എന്ന് പറയുമ്പോൾ x ന്റെ range 0 to y, f of xy 2 dx, that is 2y. അതാണ് f1 of x, sorry f2 of y. ഇനി നമുക്ക് expectation of y കണ്ടുപിടിക്കാൻ integral range over y into f2y dy, which is equal to integral range over y എന്ന് പറയുന്നത് 0 to 1 y into f2y 2y dy, 2y cube by 3 or 2 by 3. അപ്പോൾ expectation of y 2 by 3 എന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കോറിലേഷൻ ബിറ്റ്വീൻ x ആൻഡ് y 1 by 2 ആണെന്ന്. അപ്പോൾ കോറിലേഷൻ എക്സ്പെക്ടേഷൻ വെച്ചുള്ള ഫോർമുല നമുക്കറിയാം. കോറിലേഷൻ നമ്മൾ റോ എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്യും, അതായത് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. കോറിലേഷന്റെ ഫോർമുല ഇതാണ്, കൊവേരിയൻസ് എക്സ് വൈ ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അപ്പോൾ കൊവേരിയൻസ് എക്സിനെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണമെങ്കിൽ വേരിയൻസ് ഓഫ് എക്സും വേരിയൻസ് ഓഫ് വൈയും വേണം. അതിന് നമുക്ക് ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വേണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിന്റെ ഫോർമുല ഇന്റഗ്രൽ റേഞ്ച് ഓവർ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ f1x dx എന്നാണ്. ദാറ്റ് ഇസ് ഇന്റഗ്രൽ റേഞ്ച് ഓവർ എക്സ് എന്ന് പറയുമ്പോൾ 0 to 1 x square into f1 of x നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 2 into 1 minus x, which is equal to 2 into integral 0 to 1 x square minus x cube dx, which is equal to integrate ചെയ്താൽ 2 into x cube by 3 minus x raised to 4 by 4 within the limit 0 to 1. ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 പുറത്ത് കിടക്കും, 1 by 3 minus 1 by 4, which is equal to 2 into 1 by 12 or 1 by 6. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് 1 by 6 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയറിന്റെ ഫോർമുല നമുക്കറിയാം, ഇന്റഗ്രൽ റേഞ്ച് ഓവർ വൈ സ്ക്വയർ ഇൻറ്റു f2y dy, which is equal to range integral y is equal to 0 to 1 ആണ്, y square into f2y യുടെ ഫോർമുല നമുക്ക് കിട്ടിയിരിക്കുന്നത് 2y എന്നാണ്. അപ്പോൾ dy ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2y raised to 4 by 4 within the limit 0 to 1. ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 into 1 by 4 or 1 by 2. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ 1 by 2 എന്നും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സിന്റെ ഫോർമുല എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദറ്റ് ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 by 6, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടിയിരിക്കുന്നത് 1 by 3, അപ്പോൾ അതിന്റെ സ്ക്വയർ 1 by 9. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 by 54 or 1 by 18. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് 1 by 18 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ആണ് ഓർ സ്ക്വയർ റൂട്ട് ഓഫ് 1 by 18. അതുപോലെ വേരിയൻസ് ഓഫ് വൈയും നമുക്ക് വേണം. വേരിയൻസ് ഓഫ് വൈയുടെ ഫോർമുല ഇതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ്
expectation of y that whole square. Expectation of y square in the formula, sorry, expectation of y square in the answer 1 by 2 minus 4 by 9. ഇത് 1 by 18 എന്ന് കിട്ടും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് വൈയും വേരിയൻസ് ഓഫ് വൈയും വേരിയൻസ് ഓഫ് എക്സും 1 by 18 എന്ന് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്, ദാറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 by 18. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കൊവേരിയൻസ് എക്സ് വൈ ആണ്. കൊവേരിയൻസ് എക്സ് വൈയുടെ ഫോർമുല ഇതാണ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ. അതിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് വൈയും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മൾ. ഇതിന്റെ ഫോർമുല ഇതാണ്, ഇന്റഗ്രൽ റേഞ്ച് ഓവർ എക്സ് ഡബിൾ ഇന്റഗ്രൽ റേഞ്ച് ഓവർ വൈ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ. അപ്പോൾ നമുക്കറിയാം റേഞ്ച് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 എന്നായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എക്സിന്റെ റേഞ്ച് ഔട്ട്സൈഡ് ആയതുകൊണ്ട് 0 to 1 എന്ന് കൊടുക്കുന്നു. വൈ ആണെങ്കിൽ വൈ എക്സ് ടു 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ എക്സ് വൈ ഉണ്ട്, അപ്പോൾ എക്സ് നമുക്ക് വേണേൽ പുറത്തെടുക്കാം. വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈയുടെ ഫോർമുല 2 ആണ്, ഡി വൈ ഡി എക്സ്. അതിൽ തന്നെ 2 ഏറ്റവും പുറത്തെടുക്കാം, ദാറ്റ് ഇസ് എക്സ് ഈക്വൽ ടു 0 to 1. ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ജസ്റ്റ് ഡബിൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. ഇന്റഗ്രൽ വൈ ഇസ് ഈക്വൽ ടു എക്സ് ടു 1 y dy, അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത ശേഷം വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 to 1, എക്സ് അവിടെ കിടക്കട്ടെ. നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ള ഇൻ്റഗ്രൽ ആദ്യം ചെയ്യാം, ദാറ്റ് ഇസ് വൈ സ്ക്വയർ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് എക്സ് ടു 1 ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2 നമുക്ക് ഇവിടെ വെച്ച് വേണേൽ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 to 1 എക്സ് ഇൻറ്റു എക്സ് പുറത്ത് കിടപ്പുണ്ട് 1 minus x square dx which is equal to integral x equal to 0 to 1 x minus x cube dx. Integrate ചെയ്യുമ്പോൾ x square by 2 minus x raised to 4 by 4 within the limit 0 to 1. അപ്പോൾ 1 by 2 minus 1 by 4 which is equal to 1 by 4. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ആണ് 1 by 4. നമുക്ക് വേണ്ടത് കൊവേരിയൻസ് എക്സ് വൈ. കൊവേരിയൻസ് എക്സ് വൈയുടെ ഫോർമുല എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ആണ് നമുക്ക് 1 by 4 എന്ന് കിട്ടിയിരിക്കുന്നത്, മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 1 by 3, എക്സ്പെക്ടേഷൻ ഓഫ് വൈ 2 by 3. ദാറ്റ് ഇസ് 1 by 4 മൈനസ് 2 by 9. That is 1 by 36. So covariance xy 1 by 36 എന്ന് കിട്ടി. ഇനി നമുക്ക് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, അതിന്റെ ഫോർമുല covariance xy ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. covariance xy നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 1 by 36. സിഗ്മ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 by 18, സിഗ്മ വൈയും സ്ക്വയർ റൂട്ട് ഓഫ് 1 by 18. ദാറ്റ് ഇസ് 1 by 36 ഡിവൈഡഡ് ബൈ 1 by 18 or 1 by 2. For row between x and y, correlation between x and y നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 by 2 എന്നാണ്. ഇനി നമുക്ക് വേണ്ടത് കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ആണ്. അപ്പോൾ ഇതിന്റെ ഫോർമുല എങ്ങനെയാണ്, ഇന്റഗ്രൽ റേഞ്ച് ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഡി എക്സ്. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷണൽ ഡെൻസിറ്റി കണ്ടുപിടിക്കണം, എഫ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സും. എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സിന്റെ ഫോർമുല എങ്ങനെയാണ്, ഇന്റഗ്രൽ റേഞ്ച് ഓവർ വൈ വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഡി വൈ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഈ കണ്ടീഷണൽ ഡെൻസിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടീഷണൽ ഡെൻസിറ്റി എഫ് ഓഫ് വൈ ഗിവൺ എക്സ്, അതിന്റെ ഫോർമുല എങ്ങനെയാണ്, എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ f1 of x. അപ്പോൾ f of x by 2 ആണ് by f1 of x 2 into 1 minus x.
ദാറ്റ് ഈസ് 1/1 മൈനസ് എക്സ്. അപ്പോൾ ഏത് ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതിയാലും നമ്മൾ റേഞ്ച് കൊടുക്കണം. ഇവിടെ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എക്സ് ഡെൻസിറ്റി ഓഫ് വൈ എന്നാണ്. അപ്പോൾ റേഞ്ച് എപ്പോഴും എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം കൊടുക്കാൻ. അതായത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആക്ച്വലി റേഞ്ച്. 0 ലെസ് ദാൻ, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന റേഞ്ച് ഇങ്ങനെയാണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ഇവിടെ കണ്ടീഷണൽ ഡെൻസിറ്റി ആയതുകൊണ്ട് തന്നെ എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത റേഞ്ച് വേണം വൈക്ക് കൊടുക്കാൻ. അങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അതാണ് കണ്ടീഷണൽ ഡെൻസിറ്റിയുടെ റേഞ്ച്. അതുപോലെ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഫോർമുല ഇതാണ്, എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എഫ് ടു വൈ. എഫ് ഓഫ് എക്സ് വൈ 2 ആണ്, എഫ് ടു വൈ 2y ആണ്. അപ്പോൾ 1/y എന്ന് കിട്ടും. അവിടെ റേഞ്ച് കൊടുക്കുമ്പോൾ കണ്ടീഷണൽ ഡെൻസിറ്റി ആയതുകൊണ്ട് എക്സിന്റെ റേഞ്ച് ആണ് വേണ്ടത്, അത് വൈയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കൊടുക്കണം. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. അപ്പോൾ എഫ് ഓഫ് വൈ ഗിവൺ എക്സും എഫ് ഓഫ് എക്സ് ഗിവൺ വൈയും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ. ഫോർമുല എഴുതുന്നു, റേഞ്ച് ഓവർ എക്സ്. അപ്പോൾ കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ഇവാലുവേറ്റ് ചെയ്യാനും റേഞ്ച് എക്സിന്റെ റേഞ്ച് കൊടുക്കുമ്പോൾ വൈയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കൊടുക്കണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ടു വൈ എന്ന് വേണം കൊടുക്കാൻ. എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ദാറ്റ് ഇസ് 1/y dx. അപ്പോൾ 1/y ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പുറത്തെടുക്കാം. ബാക്കി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x²/2 വിതിൻ ദ ലിമിറ്റ് 0 ടു y ദാറ്റ് ഇസ് 1/y ഇൻറ്റു y²/2 ഓർ y/2. അപ്പോൾ y/2 എന്നുള്ളതാണ് കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ഇവാലുവേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ റേഞ്ച് ഓവർ വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഡി വൈ എന്നുള്ളതാണ് ഫോർമുല. ദാറ്റ് ഇസ് ഇവിടെയും റേഞ്ച് ഓഫ് വൈ കൊടുക്കുമ്പോൾ 0 ടു 1 എന്ന് കൊടുക്കാൻ പാടില്ല. കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈയുടെ റേഞ്ച് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ കൊടുക്കണം. എക്സ് ടു 1 വൈ ഇൻറ്റു f of y given x in the formula 1/1 minus x into dy which is equal to 1/1 minus x നമുക്ക് പുറത്തെടുക്കാം, കോൺസ്റ്റന്റ് ആക്കി. ബാക്കി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y²/2 x to 1 ലിമിറ്റും കൊടുക്കുക which is equal to 1/1 minus x, ഒരു 2 കൂടെ പുറത്തെടുക്കാം, that is 1 minus x². ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 plus x/2 എന്ന് കിട്ടും. അതാണ് കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ്. ഇനി നമുക്ക് വേണ്ടത് കണ്ടീഷണൽ വേരിയൻസ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ. ഇതിന്റെ ഫോർമുല ഇങ്ങനെയാണ്, എക്സ്പെക്ടേഷൻ ഓഫ് x² ഗിവൺ വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ദാറ്റ് ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൽ ഈ ടേം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. ഇനി നമുക്ക് വേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് x² ഗിവൺ വൈ which is equal to, ഇതിന്റെ ഫോർമുല ഇന്റഗ്രൽ റേഞ്ച് ഓവർ എക്സ് x² ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷണൽ എക്സ്പെക്ടേഷന്റെ റേഞ്ച് കൊടുക്കുമ്പോൾ വൈയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കൊടുക്കുക. x² ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 1/y ഇൻറ്റു ഡി എക്സ്. അപ്പോൾ 1/y പുറത്തെടുക്കാം, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3 0 ടു y ഓർ 1/y into y³ or y²/3. ഇനി നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് x² ഗിവൺ വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ദാറ്റ് ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, എക്സ്പെക്ടേഷൻ ഓഫ് x² ഗിവൺ വൈ ആണ് നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയത് y³ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ നമുക്ക് y/2 എന്നാണ് കിട്ടിയത്. അപ്പോൾ അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ y²/4 that is 1/12 into y² or y²/12. അതാണ് കണ്ടീഷണൽ വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ. അപ്പോൾ ഇതുപോലെ ഇനി കണ്ടീഷണൽ വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് ചോദിച്ചിരുന്നെങ്കിൽ ഫോർമുല ഇതാണ്, എക്സ്പെക്ടേഷൻ ഓഫ് y² ഗിവൺ എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് ദാറ്റ് ഹോൾ സ്ക്വയർ. അപ്പോൾ അതും ഇവിടെ ഇതുപോലെ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് y² ഗിവൺ എക്സ് ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ.